ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങളുടെ സമരം തുടരും. അവർ അജിറ്റേഷൻ വിൽ കണ്ടിന്യൂ ടിൽ അവർ ഡിമാൻഡ്സ് ആർ മെറ്റ്. ആവശ്യങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിമാൻഡ്സ്. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ടിൽ ഡിമാൻഡ്സ് ആർ മെറ്റ്. സമരം അജിറ്റേഷൻ. തുടരുക കണ്ടിന്യൂ. അവർ അജിറ്റേഷൻ വിൽ കണ്ടിന്യൂ ടിൽ അവർ ഡിമാൻഡ്സ് ആർ മെറ്റ്. ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നതുവരെ ഞങ്ങളുടെ സമരം തുടരും. വികസനം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ള നിരവധി നടപടികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. He spoke about numerous measures to boost development and ensure the welfare of all sections of society. വികസനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെവലപ്മെൻറ്റ്. വർദ്ധിപ്പിക്കുക ബൂസ്റ്റ്. സമൂഹം സൊസൈറ്റി. വിഭാഗം സെക്ഷൻ. ക്ഷേമം വെൽഫെയർ. ഉറപ്പാക്കുക എൻഷ്യൂർ. നിരവധി ന്യൂമറസ്. നടപടികൾ മെഷേഴ്സ്. സംസാരിക്കുക സ്പീക്ക്. സംസാരിച്ചു സ്പോക്ക്. He spoke about numerous measures to boost development and ensure the welfare of all sections of society. വികസനം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ള നിരവധി നടപടികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അവർ പരിഭ്രാന്തരായി അതിവേദനയോടെ ഉറക്കെ കരയാൻ തുടങ്ങി. They panicked and started crying aloud in agony. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് they. പരിഭ്രാന്തരാകുക പാനിക്. അതിവേദന ആഗണി. ഉറക്കെ അലൗഡ്. കരയുക ക്രൈ. തുടങ്ങുക സ്റ്റാർട്ട്. തുടങ്ങി സ്റ്റാർട്ടഡ്. ദേ പാനിക്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈങ് അലൗഡ് ഇൻ ആഗണി. അവർ പരിഭ്രാന്തരായി അതിവേദനയോടെ ഉറക്കെ കരയാൻ തുടങ്ങി. ഇപ്പോൾ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കും. ദി ഓൺഗോയിങ് അജിറ്റേഷൻ വിൽ ഇൻറ്റൻസിഫൈ. ഇപ്പോൾ നടക്കുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓൺഗോയിങ്. സമരം അജിറ്റേഷൻ. കൂടുതൽ ശക്തമാക്കുക ഇൻറ്റൻസിഫൈ. ദി ഓൺഗോയിങ് അജിറ്റേഷൻ വിൽ ഇൻറ്റൻസിഫൈ. ഇപ്പോൾ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കും. തീവണ്ടിയിലും മറ്റ് ഗതാഗത മാർഗങ്ങളിലൂടെയും ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. വി വിൽ ഹെഡ് ടു കേരള ബൈ ട്രെയിൻ ആൻഡ് ബൈ അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. തീവണ്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിൻ. മറ്റ് ഗതാഗത മാർഗങ്ങൾ ബൈ അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഗതാഗതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്പോർട്ട്. മാർഗങ്ങൾ മീൻസ്. കേരളത്തിലേക്ക് പോകുക ഹെഡ് ടു കേരള. വി വിൽ ഹെഡ് ടു കേരള ബൈ ട്രെയിൻ ആൻഡ് ബൈ അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. തീവണ്ടിയിലും മറ്റ് ഗതാഗത മാർഗങ്ങളിലൂടെയും ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളവും പെൻഷനും മുടങ്ങില്ല. ദ സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വിൽ നോട്ട് ബി സസ്പെൻഡഡ്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ശമ്പളം സാലറി. മുടങ്ങില്ല വിൽ നോട്ട് ബി സസ്പെൻഡഡ്. ദ സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വിൽ നോട്ട് ബി സസ്പെൻഡഡ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളവും പെൻഷനും മുടങ്ങില്ല. നായയ്ക്ക് ഗന്ധമറിയാനുള്ള ശക്തിയുണ്ട്. ദ ഡോഗ് ഹാസ് ദ പവർ ഓഫ് സ്മെൽ. നായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. ഗന്ധം സ്മെൽ. ശക്തി പവർ. ദ ഡോഗ് ഹാസ് ദി പവർ ഓഫ് സ്മെൽ. നായയ്ക്ക് ഗന്ധമറിയാനുള്ള ശക്തിയുണ്ട്. തടി ദ്രവിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദ വുഡ് ഈസ് ഓൾറെഡി ഷോയിങ് സൈൻസ് ഓഫ് ഡീകമ്പോസിഷൻ. തടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വുഡ്. ദ്രവിക്കുക ഡീകമ്പോസ്. ലക്ഷണങ്ങൾ സൈൻസ്. കാണിക്കുക ഷോ. ദ വുഡ് ഈസ് ഓൾറെഡി ഷോയിങ് സൈൻസ് ഓഫ് ഡീകമ്പോസിഷൻ. തടി ദ്രവിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജീവനക്കാരുടെ അഴിമതിയും കൈക്കൂലിയും പൊതുജീവിതത്തിലെ അവരുടെ സത്യസന്ധതയെ ഇല്ലാതാക്കുന്നു. കറപ്ഷൻ ആൻഡ് ബ്രൈബറി ബൈ എംപ്ലോയീസ് ഇറോഡ് പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്. ജീവനക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എംപ്ലോയീസ്. അഴിമതി കറപ്ഷൻ. കൈക്കൂലി ബ്രൈബറി. പൊതുജീവിതം പബ്ലിക് ലൈഫ്. സത്യസന്ധത പ്രോബിറ്റി. ഇല്ലാതാക്കുക ഇറോഡ്. കറപ്ഷൻ ആൻഡ് ബ്രൈബറി ബൈ എംപ്ലോയീസ് ഇറോഡ് ദെയർ പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്. ജീവനക്കാരുടെ അഴിമതിയും കൈക്കൂലിയും പൊതുജീവിതത്തിലെ അവരുടെ സത്യസന്ധതയെ ഇല്ലാതാക്കുന്നു. അവൻ ആലപ്പുഴയിൽ ഒരു സുഖവാസ സ്ഥലം തുറക്കാൻ ഒരുങ്ങുകയാണ്.
ഹീ ഈസ് പ്ലാനിങ് ടു ഓപ്പൺ എ റിസോർട്ട് ഇൻ ആലപ്പുഴ. സുഖവാസ സ്ഥലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിസോർട്ട്. തുറക്കുക ഓപ്പൺ. ഒരുങ്ങുക പ്ലാൻ. ഹീ ഈസ് പ്ലാനിങ് ടു ഓപ്പൺ എ റിസോർട്ട് ഇൻ ആലപ്പുഴ. അവൻ ആലപ്പുഴയിൽ ഒരു സുഖവാസ സ്ഥലം തുറക്കാൻ ഒരുങ്ങുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെ പോലീസ് പിടികൂടി. ദ പോലീസ് നാബ്ഡ് ദ പേഴ്സൺ ഹു അബ്ഡക്റ്റഡ് ദ ചൈൽഡ്. കുട്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചൈൽഡ്. തട്ടിക്കൊണ്ടുപോകുക അബ്ഡക്റ്റ്. പിടികൂടുക നാബ്. ദ പോലീസ് നാബ്ഡ് ദ പേഴ്സൺ ഹു അബ്ഡക്റ്റഡ് ദ ചൈൽഡ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെ പോലീസ് പിടികൂടി. പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ ടൂറിസം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് കമ്പനിക്കുള്ളത്. The company has a vision of developing tourism without negatively impacting the environment. പരിസ്ഥിതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എൻവയോൺമെൻറ്റ്. പ്രതികൂലമായി നെഗറ്റീവ്ലി, ബാധിക്കുക ഇമ്പാക്റ്റ്, വികസിപ്പിക്കുക ഡെവലപ്പ്, കാഴ്ചപ്പാട് വിഷൻ. The company has a vision of developing tourism without negatively impacting the environment. പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ ടൂറിസം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് കമ്പനിക്കുള്ളത്. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവൾ ഈ വർഷം ആഘോഷങ്ങൾ ഉപേക്ഷിക്കും. ഷി വിൽ ഫോഗോ സെലിബ്രേഷൻസ് ദിസ് ഇയർ ഡ്യൂ ടു പ്രിവെയിലിംഗ് ഹെൽത്ത് ഇഷ്യൂസ്. നിലവിലുള്ള എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രിവെയിലിംഗ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ്. കാരണം ഡ്യൂ ടു. ഈ വർഷം ദിസ് ഇയർ. ആഘോഷങ്ങൾ സെലിബ്രേഷൻസ്. ഉപേക്ഷിക്കുക ഫോഗോ. ഷി വിൽ ഫോഗോ സെലിബ്രേഷൻസ് ദിസ് ഇയർ ഡ്യൂ ടു പ്രിവെയിലിംഗ് ഹെൽത്ത് ഇഷ്യൂസ്. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവൾ ഈ വർഷം ആഘോഷങ്ങൾ ഉപേക്ഷിക്കും. 3 ദിവസത്തിനകം ശമ്പള വിതരണം പൂർത്തിയാകും. ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സാലറീസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 3 days. 3 ദിവസത്തിനകം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻ 3 days. ശമ്പളം സാലറി. വിതരണം ഡിസ്ബേഴ്സ്മെന്റ്. ശമ്പള വിതരണം ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സാലറീസ്. പൂർത്തിയാകുക കംപ്ലീറ്റ്. ദ ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് സാലറീസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 3 days. 3 ദിവസത്തിനകം ശമ്പള വിതരണം പൂർത്തിയാകും. ഈ വർഷത്തെ അവധിക്കാലത്ത് വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹി ഓപ്റ്റഡ് ടു സ്റ്റേ അറ്റ് ദ റെസിഡൻസ് ഡ്യൂറിംഗ് ദിസ് ഇയേഴ്സ് വെക്കേഷൻ. ഈ വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് ഇയർ. അവധിക്കാലം വെക്കേഷൻ. വീട് അല്ലെങ്കിൽ താമസ സ്ഥലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റെസിഡൻസ്. താമസിക്കുക സ്റ്റേ. തീരുമാനിക്കുക ഓപ്റ്റ്. ഹി ഓപ്റ്റഡ് ടു സ്റ്റേ അറ്റ് ദ റെസിഡൻസ് ഡ്യൂറിംഗ് ദിസ് ഇയേഴ്സ് വെക്കേഷൻ. ഈ വർഷത്തെ അവധിക്കാലത്ത് വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവൻ വളരെ അപൂർവമായ എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഹി സെൽഡം ആക്സെപ്റ്റ്സ് എനി പ്രസൻസ്. അപൂർവമായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സെൽഡം. സമ്മാനങ്ങൾ പ്രസൻസ്. എന്തെങ്കിലും സമ്മാനങ്ങൾ എനി പ്രസൻസ്. സ്വീകരിക്കുക ആക്സെപ്റ്റ്. ഹി സെൽഡം ആക്സെപ്റ്റ്സ് എനി പ്രസൻസ്. അവൻ വളരെ അപൂർവമായ എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പരീക്ഷാ രജിസ്ട്രേഷനുള്ള അവസാന തീയതി കോളേജ് നീട്ടിയിട്ടുണ്ട്. ദ കോളേജ് ഹാസ് എക്സ്റ്റെൻഡഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സാമിനേഷൻ. അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ്. നീട്ടുക എക്സ്റ്റെൻഡ്. ദ കോളേജ് ഹാസ് എക്സ്റ്റെൻഡഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷാ രജിസ്ട്രേഷനുള്ള അവസാന തീയതി കോളേജ് നീട്ടിയിട്ടുണ്ട്. തുടർച്ചയായ 2ാം ദിവസവും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. എംപ്ലോയീസ് ഹാവ് നോട്ട് റിസീവ്ഡ് ദെയർ സാലറി ഫോർ ദ സെക്കൻഡ് കൺസിക്യൂട്ടീവ് ഡേ. തുടർച്ചയായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൺസിക്യൂട്ടീവ്. തുടർച്ചയായ 2ാം ദിവസം സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഡേ. ജീവനക്കാർ എംപ്ലോയീസ്. ശമ്പളം സാലറി. ലഭിക്കുക റിസീവ്. എംപ്ലോയീസ് ഹാവ് നോട്ട് റിസീവ്ഡ് ദെയർ സാലറി ഫോർ ദ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ഡേ. തുടർച്ചയായ 2ാം ദിവസവും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. കമ്പനിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പാഴ്ചിലവിൻ്റെയും ഫലമായിരുന്നു അത്. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനീസ് കറപ്ഷൻ, മിസ്മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്ട്രാവഗൻസ്. അഴിമതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കറപ്ഷൻ. കെടുകാര്യസ്ഥത മിസ്മാനേജ്മെൻറ്റ്. പാഴ്ചിലവ് അല്ലെങ്കിൽ അമിതമായ ചെലവ് എക്സ്ട്രാവഗൻസ്. ഫലം റിസൾട്ട്. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനീസ് കറപ്ഷൻ, മിസ്മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്ട്രാവഗൻസ്. കമ്പനിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പാഴ്ചിലവിൻ്റെയും ഫലമായിരുന്നു അത്. തെളിവെടുപ്പിനിടെ യാതൊരു വികാരവും പശ്ചാത്താപവുമില്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഹി ആൻസർഡ് ദ ക്യൂറീസ് വിതൗട്ട് എനി ഇമോഷൻ ഓർ റിമോഴ്സ്
ഡ്യൂറിങ് ദ എവിഡൻസ് കളക്ഷൻ. തെളിവെടുപ്പ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എവിഡൻസ് കളക്ഷൻ. തെളിവെടുപ്പിനിടെ, ഡ്യൂറിങ് ദ എവിഡൻസ് കളക്ഷൻ. യാതൊരു, എനി. വികാരം, ഇമോഷൻ. പശ്ചാത്താപം, റിമോസ്. ചോദ്യങ്ങൾ, ക്യൂറീസ്. ഉത്തരം നൽകുക, ആൻസർ. ഹി ആൻസർഡ് ദ ക്യൂറീസ് വിതൗട്ട് എനി ഇമോഷൻ ഓർ റിമോസ് ഡ്യൂറിങ് ദ എവിഡൻസ് കളക്ഷൻ. തെളിവെടുപ്പിനിടെ യാതൊരു വികാരവും പശ്ചാത്താപവുമില്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ആളറിയാതിരിക്കാൻ അവൻ മുഖംമൂടിയും തൊപ്പിയും ധരിച്ചിരുന്നു. ഹി വോർ എ മാസ്ക് ആൻഡ് ക്യാപ് ടു കൺസീൽ ഹിസ് ഐഡൻറ്റിറ്റി. ആളറിയാതിരിക്കുക അല്ലെങ്കിൽ ആളെ മറയ്ക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൺസീൽ ഐഡൻറ്റിറ്റി. മുഖംമൂടി, മാസ്ക്. തൊപ്പി, ക്യാപ്. ധരിക്കുക, വെയർ. ധരിച്ചു, വോർ. ഹി വോർ എ മാസ്ക് ആൻഡ് ക്യാപ് ടു കൺസീൽ ഹിസ് ഐഡൻറ്റിറ്റി. ആളറിയാതിരിക്കാൻ അവൻ മുഖംമൂടിയും തൊപ്പിയും ധരിച്ചിരുന്നു. അവർ മദ്യലഹരിയിലായിരുന്നു. ദേ വെയർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. മദ്യലഹരി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. ദേ വെയർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. അവർ മദ്യലഹരിയിലായിരുന്നു. അമിത രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. മെഡിക്കൽ റിപ്പോർട്ട്സ് കൺഫേം ദാറ്റ് ഹിസ് ഡെത്ത് വാസ് ഡ്യൂ ടു എക്സസീവ് ബ്ലഡ് ലോസ്. അമിത രക്തം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സസീവ് ബ്ലഡ്. നഷ്ടപ്പെടുക, ലോസ്. മരണം, ഡെത്ത്. സ്ഥിരീകരിക്കുക, കൺഫേം. സ്ഥിരീകരിച്ചു, കൺഫേംഡ്. മെഡിക്കൽ റിപ്പോർട്ട്സ് കൺഫേം ദാറ്റ് ഹിസ് ഡെത്ത് വാസ് ഡ്യൂ ടു എക്സസീവ് ബ്ലഡ് ലോസ്. അമിത രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ദ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് ദ പോലീസ് എൻഗേജ്ഡ് ഇൻ എ സ്കഫിൾ. പ്രതിഷേധക്കാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രൊട്ടസ്റ്റേഴ്സ്. വാക്കേറ്റം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്കഫിൾ. ദ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് ദ പോലീസ് എൻഗേജ്ഡ് ഇൻ എ സ്കഫിൾ. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പരിഹാസത്തിൻ്റെ വാക്കുകളെ അവൾ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമാക്കി മാറ്റി. ഷീ ടേൺ ദ വേർഡ്സ് ഓഫ് സർക്കാസം ഇൻ ടു എ സോഴ്സ് ഓഫ് കോൺഫിഡൻസ്. പരിഹാസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സർക്കാസം. വാക്കുകൾ, വേർഡ്സ്. ആത്മവിശ്വാസം, കോൺഫിഡൻസ്. ഉറവിടം, സോഴ്സ്. ഷീ ടേൺ ദ വേർഡ്സ് ഓഫ് സർക്കാസം ഇൻ ടു എ സോഴ്സ് ഓഫ് കോൺഫിഡൻസ്. പരിഹാസത്തിൻ്റെ വാക്കുകളെ അവൾ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമാക്കി മാറ്റി. നമ്മളിതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.